നമസ്കാരം, റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് വലിയ പ്രചാരണം ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നതിന് ശേഷം ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വിധി പറയാൻ വേണ്ടി കോടതിയിലേക്ക് എത്തിയ ജഡ്ജ് ദിലീപിനെ കണ്ട സമയത്ത് എഴുന്നേറ്റ് നിന്നു എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ദിലീപിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്ന ജഡ്ജ് എങ്ങനെയാണ് നീതിയുക്തമായിട്ട് ഒരു വിധി പറയുക എന്ന തരത്തിലായിരുന്നു ചോദ്യം. ഇതെന്നെ വലിയ തരത്തിൽ ഞെട്ടിച്ചു. ആ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ കണ്ടു. സത്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മുടെ നിയമവ്യവസ്ഥയെക്കുറിച്ച്, നമ്മുടെ കോടതി നടപടികളെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള പിടിപാടോ അല്ലെങ്കിൽ അറിവോ ഇല്ലാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലായിരുന്നു പലരുടെയും പ്രതികരണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, അങ്ങനെ ദിലീപ് വന്ന സമയത്ത് ദിലീപിനെ കണ്ടതിന് ശേഷം ജഡ്ജ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടില്ല. പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. ഈ പറഞ്ഞ മഹാൻ എന്ന് പറയുന്നത് മുൻപ് ഒരു സംഗീത സംവിധായകൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട്, അദ്ദേഹത്തെ ആരൊക്കെയോ ചേർന്ന് ഇടിച്ചിട്ടതാണ് തുടങ്ങിയ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് CBI വരെ കൊണ്ടുവന്ന് ആ CBI ഒടുവിൽ നമ്മുടെ നാർക്കോ അനാലിസിസ് ഒക്കെ നടത്തി. അങ്ങനെ നാർക്കോ അനാലിസിസ് നടത്തി അതിലും പരാജയപ്പെട്ട് അവസാനം ഇത് വെറുതെ പറയുന്ന കാര്യമാണ്, ഇതൊരു ഒരു മാനസിക രോഗി പറയുന്നതിന് തുല്യമായ അല്ലെങ്കിൽ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി പറഞ്ഞ കാര്യമാണ് എന്ന് CBI തന്നെ കോടതിയിൽ, പോലീസും CBIയും കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയ മഹാനാണ് ഇത് പറഞ്ഞത്. ഇയാൾ മറ്റ് ഒന്ന് രണ്ട് കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ വന്ന് പറയുകയാണ്, ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നു. ഇത് മാധ്യമങ്ങൾ ഒന്നടങ്കം ഏറ്റെടുക്കുന്നു. മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ ദിലീപിനെ വെറുതെ വിട്ടല്ലോ. ദിലീപിനെ വെറുതെ വിട്ടതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ആളുകൾ ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ കൃത്യമായി ഈ ഒരു ആൾ പറഞ്ഞ കാര്യം അവിടെ എയർ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ട് പബ്ലിക് തെറ്റിദ്ധരിക്കുന്ന ഒരു സ്വാഭാവികമായ കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ കോടതി മുറിയിൽ എന്താണ് സംഭവിച്ചത്? കോടതി മുറിയിൽ സംഭവിച്ച കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് കോടതി കൃത്യമായ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം എന്ന് പറയുന്നത്, എല്ലാ സാക്ഷികളും ഹാജരായതിനു ശേഷം, അഡ്വക്കേറ്റുമാരെല്ലാം ഹാജരായതിനു ശേഷം അതിനുശേഷമാണ് ജഡ്ജി കോടതി റൂമിലേക്ക്, അതായത് കോർട്ട് റൂമിലേക്ക് എത്തുക. അങ്ങനെ കോർട്ട് റൂമിലേക്ക് എത്തുന്ന ജഡ്ജിയെ കണ്ടാൽ സ്വാഭാവികമായും പിന്തുടർന്ന് വരുന്ന കീഴ്വഴക്കം എന്നുള്ള നിലയ്ക്ക് എല്ലാ ആളുകളും എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജഡ്ജി അവരെ കണ്ടതിന് ശേഷം ഇരിക്കുന്നതിന് മുമ്പ് ആ എഴുന്നേറ്റ് നിന്നതിന് പ്രത്യഭിവാദ്യമായി ഒന്ന് വണങ്ങിയ ശേഷം ജഡ്ജ് ഈ പറയുന്നത് പോലെ ജഡ്ജിന്റെ കസേരയിൽ ഇരിക്കും. ഇതാണ് അവിടെ സംഭവിക്കുക. പക്ഷേ അങ്ങനെ സംഭവിച്ച ഒരു കാര്യത്തെ നേരെ തിരിച്ച് ദിലീപ് വന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാക്കി മാറ്റി. രണ്ടാമത്തത്, ആ കോടതിയിൽ ദിലീപിനെ കണ്ട ജഡ്ജ് ഒരു തരത്തിലും എഴുന്നേറ്റ് നിന്നിട്ടില്ല. മാത്രവുമല്ല, ദിലീപ് ജഡ്ജ് വന്നതിന് ശേഷമല്ല കോടതിയിലേക്ക് എത്തിയത്. ജഡ്ജ് വരുന്നതിന് മുമ്പ് തന്നെ കോടതിയിലേക്ക് എത്തി. ആ കോടതിയിൽ കൃത്യമായി ഹാജരാവേണ്ട സ്ഥലമുണ്ട്, ഈ പ്രതികൾ നിൽക്കേണ്ട സ്ഥലമുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർ നിൽക്കേണ്ട സ്ഥലമുണ്ട്. ജഡ്ജ് വന്നതിന് ശേഷമാണ് ഇത്തരം നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അതിന് മുമ്പ് അവർ എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ തന്നെയാണ് ഇരുന്നത്. ജഡ്ജ് വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ, അതായത് ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ കോടതിയിൽ ഇവർ ഹാജരായിരുന്നു. അങ്ങനെ ഹാജരാവുക എന്ന് പറയുന്നത് കൃത്യമായ ഒരു നടപടിക്രമമാണ്. അത് അവർ പാലിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. വെറുതെ എന്തിനാണ് ഇത്തരത്തിലൊരു നുണ അവിടെ പറഞ്ഞത്? ഈ പറഞ്ഞ മഹാന് ഈ മാധ്യമങ്ങളുടെ ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് മുമ്പിൽ ഒന്ന് നന്നായി തന്റെ ഇമേജ് ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി എടുത്ത ഒരു നുണയായിരുന്നു അത്. മാത്രവുമല്ല, ജഡ്ജ് ഈ പറയുന്നത് പോലെ ഏത് ജഡ്ജായാലും, അതായത് ഹൈക്കോടതി ജഡ്ജായാലും സുപ്രീം കോടതി ജഡ്ജായാലും നമ്മുടെ സെഷൻസ് ജഡ്ജായാലും ഒക്കെ തന്നെ അവിടെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകർ വരുന്ന സമയത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അങ്ങനെ സീനിയർ ആയിട്ട് വരുന്ന അഭിഭാഷകർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അവരുടെ പ്രായത്തെ, അവരുടെ സർവീസിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഒന്ന് ബഹുമാനം കാണിച്ച ശേഷം ജഡ്ജ് അവിടെ ഇരിക്കും. അത് വളരെ പ്രായമുള്ള വക്കീൽമാരൊക്കെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് വരുന്ന സമയത്താണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ പോലും അവിടെ അവർ ഉന്നയിക്കുന്ന വാദത്തിനോ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഈ ബഹുമാനമോ കാര്യങ്ങളോ ഒന്നും കടന്നു വരാറില്ല. അതിൽ കൃത്യമായി ജഡ്ജ് വാദം കേട്ട ശേഷം തീരുമാനമെടുക്കാറാണ് പതിവ്. എല്ലാ കോടതികളും അങ്ങനെയാണ്. ഇതിനെയാണ് ഈ നുണ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞയാൾ, അയാളുടെ പേര് ഞാൻ പറയാത്തത്, അയാൾക്ക് വീണ്ടും ഒരു പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കണ്ട, പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നുണ പറയുക, ആ നുണ 1000 വട്ടം പറയുക, 1000 വട്ടം പറഞ്ഞ നുണയെ സത്യമാണെന്ന് കരുതി ആളുകൾ ഏറ്റെടുക്കുക. ഇതാണ് ഇവിടെ സംഭവിച്ചത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. അതായത് ദിലീപ് കേസിനകത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം
അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അദ്ദേഹം അത് ചില TV ചാനലുകളിലെ ചർച്ചയിലും പങ്കുവച്ചു. അദ്ദേഹം പറയുന്നത് ഈ കാര്യമാണ്. അതായത് ദിലീപ് കോടതിയിൽ പറഞ്ഞ വാദത്തിനിടയിൽ പ്രതിഭാഗവും ദിലീപും കോടതിയിൽ ചോദിച്ച നിർണായകമായ ചില ചോദ്യങ്ങൾ ശ്രീജിത്ത് പെരുമന ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്. അതായത് ബി സന്ധ്യയുമായി ബന്ധപ്പെട്ട് ADGP ബി സന്ധ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള IG ദിനേന്ദ്ര കാശ്യപിനെ അറിയിക്കാതെ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിന് പങ്കുവഹിച്ചു. ദിലീപിനെ കൃത്യമായി ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ കൃത്യമായിട്ട് അവിടെ ഒരു പ്ലാൻ ചെയ്ത് ദിലീപിനെ ചോദ്യം ചെയ്തു. 1.5 മണിക്കൂർ മാത്രം ചോദ്യം ചെയ്തിട്ട് 12 മണിക്കൂർ വെറുതെ ഇരുത്തിയിട്ട് 12 മണിക്കൂറിന് ശേഷം 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ദിലീപ് അറസ്റ്റിലേക്ക് എന്ന തരത്തിലുള്ള നറേഷൻ അവിടെ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് കോടതിയിൽ ദിലീപ് ചോദിച്ചത്. സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു താല്പര്യത്തിന്റെ പുറത്താവുമല്ലോ. ഇതാണ് പ്രതിഭാഗം കൃത്യമായി കോടതിയിൽ ചോദിച്ചത്. മാത്രവുമല്ല, വീണ്ടും ദിലീപ് കോടതിയിൽ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കോടതിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ബി സന്ധ്യ താൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് മുൻ ഭാര്യ മഞ്ജു വാര്യറുമായി ബന്ധപ്പെട്ടും ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന സംവിധായകരുമായി ബന്ധപ്പെട്ടും അവർ തമ്മിലുള്ള ബന്ധത്തെ പറ്റി താൻ പറഞ്ഞപ്പോ തന്റെ മുന്നിലുള്ള ഇൻ ക്യാമറ പ്രൊസീജിയറായിട്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഇൻ ക്യാമറ ഓഫ് ചെയ്തു. തന്റെ മുമ്പിലുള്ള ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷമാണ് മഞ്ജു വാര്യറും ഈ പറയുന്ന ശ്രീകുമാർ മേനോനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താൻ പറഞ്ഞ കാര്യം അവർ എടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്, അതിൽ മറുപടി പറയണ്ടേ തുടങ്ങിയ കാര്യങ്ങളാണ് ദിലീപ് ആ സമയത്ത് കൃത്യമായി കോടതിയിൽ ചോദിച്ചത്. ഇത് ശ്രീജിത്ത് പെരുമന പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, അതായത് വിധി പകർപ്പ് കിട്ടിയാൽ ഉടനെ തന്നെ ദിലീപ് പത്രസമ്മേളനം വിളിക്കും. ആ പത്രസമ്മേളനത്തിൽ ഒരുപാട് നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടാകും, നിയമ പോരാട്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കേരള ഹൈക്കോടതിയിലെ റിട്ടയർഡ് ആയ ജഡ്ജിമാർ അതുപോലെ തന്നെ ജഡ്ജിമാരുടെ വസതിയിലേക്കൊക്കെ കഴിഞ്ഞ 2-ാം തീയതി ഒരു ഊമക്കത്ത് വരികയാണ്. ആ ഊമക്കത്ത് എന്ന് പറയുന്നത് ഈ കേസിൽ ദിലീപ് കേസിൽ വിധി പറയാൻ പോകുന്ന ജഡ്ജി ഹണിയം വർഗീസ് ശരത്ത് ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ശരത്തുമായി ചേർന്നുകൊണ്ട് ഈ വിധി മുൻകൂട്ടി തയ്യാറാക്കി ആ വിധി ദിലീപുമായി ബന്ധപ്പെട്ട് കച്ചവടം ഉറപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഊമക്കത്ത് എവിടേക്ക് പോവുകയാണ്? ഹൈക്കോടതികളിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ഊമക്കത്ത് എഴുതി അതിൽ പേര് വെക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകൾ ദിലീപിനെ തകർക്കാൻ വേണ്ടി ഈ പറയുന്ന അവസാനത്തെ അടവ് എന്ന നിലയിൽ ഇതൊരു സംശയമുനയിലാക്കുക, എന്നിട്ട് ആ കാര്യം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യിപ്പിക്കുക, ഏതെങ്കിലും ഒരു ഊമക്കത്ത് വന്നതിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുക എന്ന ഒരു തോന്നിവാസമാണ് ഇവിടെ നടന്നത്. കൃത്യമായിട്ട് അങ്ങനെ ജഡ്ജിമാരുടെ വീട്ടുകളിലേക്ക് അയക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജുമായി ബന്ധപ്പെട്ടോ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും തരത്തിൽ ഒരു മോശം ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു തെളിവും ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ഈ ഊമക്കത്ത് എഴുതിയ ആളുകൾക്ക് പേര് വെക്കാനും ധൈര്യമില്ല. അങ്ങനെ ധൈര്യമില്ലാത്ത ആളുകളാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ കത്ത് അവിടെ കൃത്യമായി എത്തിച്ചിട്ടുള്ളത്. ഇത് ദിലീപിനെ പൂട്ടാനുള്ള അവസാനത്തെ അവസരം. മാത്രമല്ല, അതിൽ പറയുന്നത് ഈ വിധിയിൽ പറയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഈ കത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വിധി പകർപ്പ് പുറത്തിറക്കിയിട്ടില്ലല്ലോ. വിധി പകർപ്പ് ഇറങ്ങാൻ പോകുന്നത് എപ്പോഴാണ്? ഈ 12-ാം തീയതിയാണ് വിധി പകർപ്പ് ഇറങ്ങാൻ പോകുന്നത്. ഇതിനു മുമ്പേ എങ്ങനെ ഈ പറയുന്ന വക്കീലിനും പരാതി കൊണ്ടു കൊടുത്ത ആളുകൾക്കും എങ്ങനെ കൃത്യമായി മനസ്സിലായി ഈ 12-ാം തീയതി ഇറങ്ങാൻ പോകുന്ന വിധി പകർപ്പിൽ ഈ കത്തിൽ പറഞ്ഞ സംഭവം തന്നെയാണ് ഉള്ളത് എന്ന്? അപ്പൊ കൃത്യമായ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ദിലീപിനെ വെറുതെ വിടുമെന്ന് ആ കത്തിലുണ്ടത്. സ്വാഭാവികമായി ചിന്തിക്കുന്ന, ദിലീപിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിചാരിച്ചത് ആ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടില്ല. നിയമം അറിയുന്ന, നിയമപരിജ്ഞാനമുള്ള ഏതൊരു അഭിഭാഷകനോട് ചോദിച്ചാൽ ഈ പറയുന്ന 120B തെളിയിക്കാനായിട്ടില്ല, അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, ഒരു തെളിവും ദിലീപിനെതിരെ ഇല്ല എന്നത് കൃത്യമായി മനസ്സിലാകുന്നതാണ്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ദിലീപിനെ വെറുതെ വിടാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കത്തിൽ ഞാൻ എഴുതി വെക്കുകയാണ്, ദിലീപിനെ വെറുതെ വിടും. ഇത് കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി നടത്തിയ കച്ചവടമാണ് എന്ന് പറയുന്നത് ഊമക്കത്തയക്കാണ്. ഊമക്കത്തയക്കുന്നവനെ ഈ പറയുന്ന കാര്യത്തിൽ തെളിവുണ്ടെങ്കിൽ അവന്റെ പേര് വെച്ച് അയക്കണ്ടേ? അങ്ങനെ പേര് വെച്ചയച്ച് അതിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കണ്ടേ? ഇതൊന്നുമല്ല. ഇവിടെ ഒരു നെറേഷൻ ഉണ്ടാക്കുക, ആ നെറേഷൻ ഈ പറയുന്ന ചാനലുകളൊക്കെ ഏറ്റുപിടിക്കുക, ദിലീപിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഈ കോടതി മുറിയിൽ നടന്ന നമ്മൾ കേട്ട മാധ്യമങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും അസത്യമായിരുന്നു എന്നുള്ളത് കോടതി വിധിയുടെ പകർപ്പ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഈ ദിലീപും സുനിയും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ, അത്
തട്ടിപ്പായിരുന്നു, ആ ഫോട്ടോ എഡിറ്റഡ് ആയിരുന്നു എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ മനസ്സിലാവും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. എന്തായാലും ദിലീപിനെതിരെയുള്ള പലതരത്തിലുള്ള ഈ പറയുന്ന പോലെ പൂട്ടാൻ വിചാരിച്ചവർ അങ്ങനെ പൂട്ടാൻ സാധിക്കാത്തത് മൂലം ഉണ്ടായ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെയൊക്കെ തീർക്കുകയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും ഈ കാര്യം അവസാനിക്കില്ല. ദിലീപ് ഇതിന്റെ പുറകെ തന്നെ പോയി കൃത്യമായി താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തെളിയിച്ച് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ.